ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നാം കഴിഞ്ഞ ആഴ്ചയിൽ ചെങ്കടൽ കടന്ന മരുഭൂമിയിലേക്ക് പ്രവേശിച്ചതായി ഇസ്രായേൽ ജനത്തെ കാണുവാനായിട്ടിടയായി. കഴിഞ്ഞ ആഴ്ചയിൽ നാം പറഞ്ഞു നിർത്തിയത് അവര് ശൂർ മരുഭൂമിയിലേക്ക് വന്നതായി നാം ചിന്തിപ്പാൻ സഹായിച്ചല്ലോ. ശൂർ മരുഭൂമിയെ കുറിച്ചുള്ളതായ ചില കാര്യങ്ങൾ ആത്മീയ സ്പിരിച്വൽ ലാംഗ്വേജിൽ നമുക്ക് ചിന്തിച്ചതിന് ശേഷം മുന്നോട്ട് ഇസ്രായേൽ മക്കളുടെ അവരുടെ മരുഭൂയാത്രയുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുവാനായിട്ട് നമുക്ക് സഹായിക്കുമാറാകട്ടെ. ഇസ്രായേൽ മക്കളുടെ ചെങ്കടൽ കടന്നുള്ളതായ മരുഭൂയാത്ര എന്ന് പറയുന്നത് പുതിയ നിയമസഭയുടെ ഒരു ഡിറ്റോയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടക്കുന്നതോടുകൂടെ പുതിയ നിയമസഭയുടെ ഉപദേശ വിഷയമായ സ്നാനത്തിൽ കൂടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതായ ഒരു ദൈവ പൈതലിൻ്റെ ലോകത്തിലെ ആത്മീയ ജീവിതമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയെങ്കിൽ മരുഭൂമിയിലെ ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് പുതിയ നിയമ സഭയുടെ ഒരു നിഴലാണ്. മരുഭൂമിയിൽ അവർ എന്തൊക്കെ അനുഭവിപ്പാൻ ആക്ഷരികമായി എന്തൊക്കെ അനുഭവിപ്പാനിടയായിട്ട് തീർന്നു, അതെല്ലാം ആത്മീയമായി നമുക്ക് ഈ ലോകത്തിൽ കടന്നു പോകേണ്ടതായ സ്റ്റെപ്പാണ്. അതുകൊണ്ടാണ് ഭക്തന്മാർ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് അതൊരു മരുഭൂയാത്രയാണ് എന്നുള്ളതായ രീതിയിൽ പാടുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ അവർ ദൈവത്തിങ്കൽ നിന്ന് പ്രാപിപ്പാനിടയായിട്ട് തീർന്നതും ദൈവം അവരെ ഓരോ ദിവസവും നടത്തിയതായ വിധങ്ങളെ മനസ്സിലാക്കുവാനുമായിട്ടാണ് നാം ശ്രദ്ധിക്കുന്നത്. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇടയ്ക്ക് ഏതാണ്ടൊരു ശബ്ദം കേട്ടതുപോലെ തോന്നി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർ ശൂർ മരുഭൂമിയിലേക്ക് എത്തുവാനായിട്ടിടയായി. ശൂർ മരുഭൂമി പല രീതിയിലും നമുക്ക് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെക്കുറിച്ച് പഠിക്കുവാൻ സഹായിക്കുന്ന ഒരിടമാണ്. ഒന്നാമത്, ശൂർ മരുഭൂമിയുടെ ഒരു ഏരിയൽ വ്യൂ എടുത്താൽ, ഏരിയൽ വ്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, മുകളിൽ നിന്ന് ശൂർ മരുഭൂമിയുടെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ശൂർ മരുഭൂമി ഹൃദയത്തിൻ്റെ ഷെയ്പ്പിലുള്ളതായ ഒരു പ്രദേശമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹൃദയത്തിൻ്റെ ഷെയ്പ്പിലുള്ളതായ ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് ഈ ശൂർ മരുഭൂമിയെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് ചിന്തിക്കുമ്പോൾ ഹൃദയം എന്ന് പറയുന്നത് എബ്രായ ഭാഷയിൽ സ്നേഹം എന്നുള്ളതാണ്, സ്നേഹത്തെ കുറിക്കുന്നതായ പദമാണ്. അങ്ങനെയെങ്കിൽ ശൂർ മരുഭൂമി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് തൻ്റെ ജനത്തെ നിർത്തുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കീഴിൽ തൻ്റെ ജനമായിരിക്കുന്നു ഏതു സമയത്തും. പുറമേ നിന്ന് നോക്കിയാൽ അത് മരുഭൂമിയുടെ ചൂടിൻ്റെ അല്ലെങ്കിൽ ഏകാന്തതയുടെയോ മണലാരണ്യത്തിൻ്റെയോ ഒക്കെ അനുഭവമാണ് എന്ന് വന്നാലും ആത്മീയ ഭാഷയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കീഴിലാണ് നാം ആയിരിക്കുന്നത്. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഈ മരുഭൂമിയുടെ ഒത്തിരി ഗുണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ശൂർ മരുഭൂമിയുടെ വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരു ദിവസം സഭയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഭയങ്കരമായ പ്രതീക്ഷകളുണ്ടായിരുന്നു. അവരെന്തൊക്കെയാണ് പ്രതീക്ഷിച്ചതെന്ന് ചോദിച്ചാൽ, ഒത്തിരി കാര്യങ്ങൾ അവർ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുമെന്നുള്ളതായ വലിയ പ്രതീക്ഷയോടെയാണ് അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത്.
പക്ഷേ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതായ ദൈവജനത്തിന്റെ ആ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ആദ്യത്തെ അവരുടെ അനുഭവങ്ങളെല്ലാം കൈപ്പേറിയതായിരുന്നു. ഇതുപോലെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നാം ദൈവകൃപയിലേക്ക് വരുമ്പോൾ നമ്മുടെ വിചാരം ദൈവം ഇപ്പൊ എല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം പോസിറ്റീവാക്കി തരും, ചോദിക്കുന്നതെല്ലാം ദൈവം തരും, ഉന്നതമായ ജീവിത അനുഭവങ്ങൾ തരും, സാമ്പത്തികമായിട്ടുള്ളതായ വലിയ നിറവ് തരും. ഇതൊക്കെ ചിന്തിച്ച് ഇങ്ങനെയൊക്കെയുള്ളതായ വാഗ്ദാനങ്ങൾ, പൊള്ളയായ വാഗ്ദാനങ്ങൾ കേട്ടുകൊണ്ടാണ് പലരും ക്രിസ്തീയ ജീവിതത്തിലേക്ക് എടുത്തു ചാടുന്നത്. അതാണ് അവരുടെ പ്രതീക്ഷ. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. പിന്നെയോ ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട് ശത്രുവിന്റെ ആക്രമണ ഭീതിയിൽ കൂടെ ചെങ്കടലിന്റെ തീരത്ത് വന്ന് മുമ്പോട്ട് പോകുവാൻ വഴിയില്ലാതെ കുഴഞ്ഞ് ആകെ നിരാശരായി നിന്ന് ഒടുവിൽ ചെങ്കടൽ കടന്ന മരുഭൂമിയിലെത്തി. ആ മരുഭൂമിയിലെത്തിയപ്പോൾ അവർ വിചാരിച്ചു കാര്യങ്ങളെല്ലാം, പ്രതിസന്ധികളെല്ലാം കഴിഞ്ഞല്ലോ, പറവോൻ എന്നുള്ളതായ ആക്രമണവും പറവോൻ എന്നുള്ളതായ ഭീഷണിയും അവൻ മുഖാന്തരമുള്ളതായ ഭയത്തിന്റെ ഇടപാടുകളെല്ലാം കഴിഞ്ഞല്ലോ, ഇനിയും യാത്ര സുഖകരമായിരിക്കുമെന്ന് വിചാരിച്ച് അവർ മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചപ്പോ അവരെത്തിച്ചേർന്നത് ശൂർ മരുഭൂമിയാണ്. ശൂർ മരുഭൂമി എന്ന് പറയുന്നത് പ്രതീക്ഷകളെയൊക്കെ തകിടം മറിക്കുന്നതായ അനുഭവമാണ്. പക്ഷേ അവർക്കത് മറുഭാഗത്ത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടായി വന്നു. എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കീഴിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത് എന്നുള്ളതായ ആ ഒരു ചിന്ത അവരുടെ ഹൃദയത്തിൽ കടന്നു വരുവാൻ ഇടയാകാതെ വന്നു. പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചും ജീവിതത്തിൽ കടന്നു വരുന്നതായ പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവം നമ്മെ കൈവിട്ടു, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഞാൻ എത്തിച്ചേർന്നത് തെറ്റായിട്ടുള്ള ഒരു വഴിയിലാണോ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള നിഗമനമാണോ ഞാൻ എടുത്തത്, ആ തീരുമാനമാണ് എന്റെ തീരുമാനം തെറ്റായിപ്പോയോ എന്നൊക്കെയുള്ളതായ ചിന്ത നമുക്ക് സംഭവിപ്പാനിടയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ, കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞതുപോലെ, ചിന്തിച്ചതുപോലെ ദൈവത്തിന്റെ ആലോചന പ്രകാരം മുന്നോട്ട് പോകുന്നതായ ഒരു ദൈവത്തിനെ സംബന്ധിച്ച് അതിൽ പ്രയാസപ്പെടുവാനുള്ളതായ യാതൊരു കാര്യവുമില്ല. ഇനിയും ആ മരുഭൂമിയുടെ ചില പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ആ മരുഭൂമിയിൽ സാധാരണ മരുഭൂമിയിൽ എന്തില്ല, സാധാരണ മരുഭൂമിയിൽ വെള്ളം കാണുകയില്ല, അതുപോലെ സസ്യാദികളൊന്നും കാണുകയില്ല, കന്നുകാലികളെ പാലിക്കുവാനുള്ളതായ അസാധ്യമായിരിക്കുന്നതായ ഇടങ്ങളായിരിക്കും സാധാരണ രീതിയിൽ മരുഭൂമി എന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, ഇസ്രായേൽ മക്കൾ മനുഷ്യർ മാത്രമല്ല, അവരുടെ ആടുമാടുകളുണ്ട്, കന്നുകാലികളുണ്ട്, വലിയ ഒരു മൃഗസമ്പത്ത് അവരോടുകൂടെ ഉണ്ട്. അപ്പൊ ആ മൃഗങ്ങൾക്ക് എന്തു വേണം? മനുഷ്യനാകാരം വെള്ളം വേണ്ടിയതുപോലെ തന്നെ മൃഗങ്ങൾക്കും പുൽമേടുകൾ വേണം, ആഹാരം വേണം, വെള്ളം വേണം. അപ്പോ മനുഷ്യന് മാത്രമല്ല, കന്നുകാലികൾക്കും അവരുടെ മൃഗസമ്പത്തിനും ആവശ്യമായിരിക്കുന്നതായ പുൽമേടുകൾ ഉള്ളതായ ഇടമായിരിക്കണം. ഈ ശൂർ മരുഭൂമിയെ സംബന്ധിച്ച് സാധാരണ മരുഭൂമിയിൽ നിന്ന് വലിയ വ്യത്യാസമുണ്ട്. ആ ശൂർ മരുഭൂമി സീനായി താഴ്വരയോട് ചേർന്ന് കിടക്കുന്നതായ ഒരു പ്രദേശമാണ്. സീനായി എന്ന് പറയുന്നത് ഒരു വലിയ പർവ്വത നിരയാണ്. ഇതിന് ഒത്തിരി പർവ്വത മടക്കുകൾ അല്ലെങ്കിൽ പർവ്വത ശിഖരങ്ങളുണ്ട്. അതിലൊരു പർവ്വതമാണ് ഹോരേബ് എന്ന് പറയുന്നത്. ഹോരേബിന്റെ ഉയരമെന്ന് പറയുന്നത് ഏതാണ്ട് 9,000 അടി ഉയരമുണ്ട്. ഈ ഹോരേബും അതിനോട് ചുറ്റിപ്പറ്റിയുള്ളതായ പ്രദേശത്താണ് മോശ 40 വർഷം കഴിഞ്ഞത് എന്ന് ഓർക്കണം. മോശ മാത്രമല്ല, മോശയോടുകൂടെ തന്റെ അമ്മായിയപ്പനായ യിത്രോയുടെ വലിയൊരു ആട്ടിൻകൂട്ടവും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഒരു ആട്ടിൻകൂട്ടത്തിന് മേയുവാൻ തക്കവണ്ണമുള്ളതായ പുൽമേടുകൾ, അതിൻ്റെതായ നിലയിൽ വെള്ളവും കന്നുകാലികൾക്ക് ആവശ്യമായിരിക്കുന്നതായ
പുൽമേടുകളുമുള്ളതായ ഇടമാണ് ഷൂർ മരുഭൂമി. ആ മരുഭൂമി എന്നുള്ളതായ പേര് അതിനുണ്ടെങ്കിലും ദൈവം അവരെ കൊണ്ടുവരുമ്പോ ദൈവം അവർക്കുള്ളതായ പ്രൊവിഷനും കൂടെ കരുതിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുറമേ നിന്ന് നോക്കുമ്പോ വരൾച്ചയോ അല്ലെങ്കിൽ വരണ്ട അവസ്ഥകളോ ശൂന്യതയുടെ അനുഭവങ്ങളോ അല്ലെങ്കിൽ ഇല്ലായ്മയുടെ അനുഭവങ്ങളോ ഒക്കെ ആണെങ്കിലും അതിനകത്ത് ദൈവത്തിന്റെ ഒരു വലിയ കരുതലുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇതിന്റെ ഈ ശൂർ മരുഭൂമിയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നാച്ചുറൽ ആയിട്ടിരിക്കുന്നതായ മന്ന കിട്ടുമെന്നുള്ളതാണ്. നമുക്ക് മന്ന എന്ന് പറയുമ്പോൾ ആകാശത്ത് നിന്ന് പൊഴിഞ്ഞു വീഴുന്നതായ ദൈവം യഹോവയായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്നതായ വെളുത്ത പദാർത്ഥമായ മന്നയെ കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ അത് കൂടാതെ തന്നെ പ്രകൃതിയിൽ നിന്നുള്ളതായ മന്നയുണ്ട്. ഈ മന്ന എന്ന് പറയുന്നത് ഒരു പ്രത്യേക ചെടിയിൽ നിന്ന് ലഭിക്കുന്നതായ അതിന്റെ സാപ്പാണ്, അതിന്റെ കറയാണ്. അത് വളരെ രുചികരമാണ്. മാത്രമല്ല അത് വളരെ പോഷകം നിറഞ്ഞതായ സസ്യവും കൂടിയാണ്. അപ്പം വിചാരിക്കരുത് ഈ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലെത്തിയപ്പോ അവർക്ക് കൊടുത്തതായ മന്ന ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതായ മന്ന കൊണ്ടാണ് അവര് അല്ലെങ്കിൽ പാർത്തത് എന്ന് വിചാരിക്കരുത്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് അതിന്റെ വളരെ തുലവും വളരെ അതിന്റെ ക്വാണ്ടിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുക്കമാണ്. പക്ഷേ ദൈവം പ്രകൃതിയിൽ നിന്ന് കിട്ടിയതായ മന്ന കൊണ്ടല്ല ഇസ്രായേലിനെ പോഷിപ്പിച്ചത്. പിന്നെ കൃത്യമായി ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത് പോലെ അവർ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ അവരുടെ കൂടാരത്തിന് മുമ്പിൽ വീണുകിടക്കുന്നതായ മഞ്ഞിനടിയിൽ ആകാശത്ത് നിന്ന് പൊഴിഞ്ഞ മന്ന കൊണ്ടാണ് ഇസ്രായേൽ മക്കളെ പോഷിപ്പിക്കുവാനിടയായിട്ട് തീർന്നത്. പിന്നെ ഈ നാച്ചുറൽ മന്ന എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഈ നാച്ചുറൽ മന്ന ഉണ്ടാകുന്നതായ ഈ സസ്യങ്ങൾ എന്ന് പറയുന്നത് ഒത്തിരി പോഷകങ്ങൾ നിറഞ്ഞതായ സസ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ പോഷകങ്ങൾ നിറഞ്ഞതായ സസ്യങ്ങൾ കന്നുകാലികൾ ഭക്ഷിക്കുമ്പോൾ അതിന്റെ ആരോഗ്യവും അതിൽ നിന്ന് ലഭിക്കേണ്ടതായ പാലും മറ്റ് വസ്തുക്കളും സുലഭമാകത്തക്ക രീതിയിൽ പോഷകങ്ങൾ നിറഞ്ഞതായ ഒരു പുൽമേട് യഹോവയായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ കരുതിയിരുന്നു എന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന്റെ കരുതലുകൾ എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അന്ന് ഇസ്രായേൽ മക്കൾക്ക് ശൂർ മരുഭൂമിയിൽ വെച്ച് അത്ര ഗുണമുള്ളതായ അത്ര പ്രയോജനപ്പെടുന്നതായ പോഷകങ്ങൾ ദൈവത്തിന് കൊടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മെ സ്വർഗീയ മന്നയാൽ സ്വർഗീയ പോഷകങ്ങളാൽ പിതാവായ ദൈവം എത്രയധികം നിറയ്ക്കുമെന്ന് ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിപ്പാൻ കഴിയണം. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ശൂർ മരുഭൂമിയാണെങ്കിലും ഈ മരുഭൂമിയിൽ ഒത്തിരി ധാതു പദാർത്ഥങ്ങളുണ്ട്, മിനറൽസ് ഉണ്ട്, അല്ലെങ്കിൽ ലോഹ പദാർത്ഥങ്ങളുണ്ട്. മിസ്രയീം ഇത്രയും സമ്പന്നമാകുവാൻ കാരണം ഈ ശൂർ മരുഭൂമി പോലുള്ളതായ പ്രദേശത്തുള്ളതായ ചെമ്പ്, സ്വർണം, ഇരുമ്പ് മുതലായ ലോഹങ്ങൾ സുലഭമായി ഖനനം ചെയ്തെടുക്കത്തക്ക രീതിയിൽ സുലഭമായ ഓറുള്ളതായ പ്രദേശമാണ് ശൂർ മരുഭൂമി. അതുകൊണ്ട് തന്നെ മിസ്രയീമിൽ അടിമകളായിരുന്നതായ ഇസ്രായേൽ മക്കളെ ഫറവോന്റെ ആളുകൾ ഇങ്ങനെയുള്ളതായ മരുഭൂമികൾ കൊണ്ടുചെന്ന് അവരെ ഖനികളിൽ ജോലി ചെയ്യിപ്പിച്ച്, അവരെ അടിമകളെ പോലെ ഖനികളിൽ ജോലി ചെയ്യിപ്പിച്ച് അവിടെ നിന്ന് വെള്ളി, അതുപോലെ ഇരുമ്പ് മുതലായ ലോഹങ്ങൾ ഖനനം ചെയ്തെടുക്കുക പതിവായിരുന്നു. ആ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ആ ലോഹങ്ങൾ സുലഭമായി മിസ്രയീമിൽ അവൈലബിൾ ആയത് ഇങ്ങനെയുള്ളതായ മരുഭൂമിയിൽ കൂടിയാണ്. അപ്പോ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച്
ഈ ഷൂർ മരുഭൂമി എന്ന് പറയുന്നത് അവർക്കൊരു അപരിചിതമായ സ്ഥലമായിരുന്നില്ല. അതുപോലെയുള്ളതായ മരുഭൂമികളിൽ അവർ വളരെ അഹോരാത്രം രാവും പകലും എന്നില്ലാതെ അവർ എന്ത് ചെയ്തിരുന്നു? പണി ചെയ്തിരുന്നതായ ഇടങ്ങളാണ്. അവ പണി ചെയ്യുമ്പോൾ അവർക്കറിയാവുന്നതായ ഭാഷയിൽ അവരെന്ത് ചെയ്യുന്നറിയാമോ? ഈ കനികളുടെ ഭിത്തികളിലും അതുപോലെയുള്ളതായ ഇടങ്ങളിലും അവര് പാടിയിരുന്നതായ എബ്രായ പാട്ടുകളും അതുപോലെ അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളും ഒക്കെ എൻഗ്രേവ് ചെയ്ത് വെക്കുവാനിടയായി. എന്ന് പറഞ്ഞാൽ പാറയിൽ കൊത്തുപണികൾ പോലെ അവർ എഴുതി വെക്കുവാനായിട്ടിടയായി. അങ്ങനെ നാളുകൾ, വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞപ്പോ മിസ്രയീമിലുള്ളതായ ജനത്തിന്റെ അവസ്ഥകൾ മനസ്സിലാകത്തക്ക രീതിയിലുള്ളതായ ജിയോളജിക്കൽ സർവേ മുഖാന്തരം ലഭിച്ചതായ അനേക തെളിവുകൾ ലഭിക്കാനായിട്ടിടയായിട്ട് തീർന്നു. അപ്പോ മിസ്രൈം എന്ന് പറയുന്നതും മിസ്രൈമിൽ അടിമകളായിരുന്നതായ ഇസ്രായേൽ ജനമെന്ന് പറയുന്നതും ഒന്നും ഒരു മിഥ്യയല്ല, ഒരു ഐതിഹ്യമല്ല. അതെല്ലാം ചരിത്ര സംഭവങ്ങളാണ് എന്ന് വരുന്ന തലമുറ മനസ്സിലാകത്തക്ക രീതിയിൽ ദൈവം അതിനൊക്കെ എന്തുണ്ടാക്കി? തെളിവുകൾ ഉണ്ടാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോ ദൈവത്തിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ആ മരുഭൂമിയിൽ എങ്ങനെയൊക്കെയാണ് ആ തലമുറയ്ക്കും വരും തലമുറയ്ക്കും പ്രയോജനപ്പെട്ടത് എന്ന് നാം ചിന്തിക്കണം. അങ്ങനെയെങ്കിൽ നമ്മെ ദൈവം കൊണ്ടുവരുന്നതായ ഓരോ പ്രതിസന്ധിയും എന്തിനു വേണ്ടിയാണ്? നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ തലമുറയിൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കി ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും, രണ്ട്, വരും തലമുറ വലിയവനായ ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് മനസ്സിലാക്കി അവർ ദൈവത്തോട് അടുക്കേണ്ടതിന് വേണ്ടി ദൈവം ചെയ്യുന്നതായ പദ്ധതികളാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിലെ സുഖങ്ങളായാലും, നമ്മുടെ ജീവിതത്തിലെ ദുഃഖമായാലും, നമ്മുടെ ജീവിതത്തിലെ സൗഖ്യമായാലും, നമ്മുടെ ജീവിതത്തിലെ രോഗമായാലും, നമ്മുടെ ജീവിതത്തിലെ ഞെരുക്കമായാലും, നമ്മുടെ ജീവിതത്തിലെ വിശാലതകളായാലും അതെന്തിനാണ്? വർത്തമാനകാലത്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാണ് എന്ന് നാം മനസ്സിലാക്കി ദൈവത്തോട് കൂടുതൽ അടുക്കേണ്ടതിനും, വരും തലമുറകൾ നമ്മെ നടത്തിയതായ ദൈവത്തിന്റെ അത്ഭുതകരങ്ങളെയും അത്ഭുത പ്രവൃത്തികളെയും മനസ്സിലാക്കി അവർ ദൈവത്തോട് അടുക്കേണ്ടതിനും വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ തരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ അവിടെ ഈ മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് ഒരുക്കിയതായ അനേക ശോധനകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ ആ ശോധനകളുടെ മധ്യത്തിൽ അവർ എന്ത് ചെയ്തു? മിസ്രൈമിൽ എന്ത് ചെയ്യുന്നു അറിയാമോ? അവിടെ കോളനികൾ ഉണ്ടാക്കിയിരുന്നു. ഈ കോളനികൾ മറ്റ് രാജ്യക്കാരും ഇവിടെ വന്ന് ഖനനം നടത്തിയതായിട്ടുള്ള തെളിവുകളുണ്ട്. മിസ്രൈമിൽ മാത്രമല്ല, ആഫ്രിക്ക ഭൂഖണ്ഡത്തിലുള്ളവരും ഇവിടെ വന്ന് ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ശേഖരിക്കേണ്ടതിന് വേണ്ടി എന്ത് ചെയ്തു? അവിടുന്ന് റോഡ് നിർമ്മിക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഗതാഗത മാർഗങ്ങൾ ഉള്ളതായ ഒരു മരുഭൂമിയും കൂടി ആയിരുന്നു ഷൂർ മരുഭൂമി. മിസ്രൈമ്യർ മാത്രമല്ല, മറ്റ് സാമ്രാജ്യങ്ങളും മറ്റ് രാജ്യക്കാരും ഇവിടെ വന്ന് ഇവിടെയുള്ളതായ ധാതുപദാർത്ഥങ്ങൾ കൊണ്ടുപോകത്തക്കതായ രീതിയിൽ റോഡുകളും അതിന്റെ ക്രമീകരണങ്ങളും ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അവിടെയുള്ളതായ ട്രാഫിക് എന്ന് അല്ലെങ്കിൽ ജനസഞ്ചാരം എന്ന് പറയുന്നത് വളരെ അധികമായിരുന്നു മരുഭൂമി ആണെങ്കിൽ പോലും. അപ്പോ ദൈവം തന്റെ ജനത്തെ നടത്തിയതായ വിധങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ കൂടിയാണ്. നാം വിചാരിക്കുന്നത് പോലെ കഠിനത ആണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിന്റെ ഉള്ളിലും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനിയും ഷൂർ മരുഭൂമിയിലുള്ളതായ 3 പ്രത്യേകമായ വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷങ്ങളുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ആ ഷൂർ മരുഭൂമിയിലുള്ളതായ പ്രധാനപ്പെട്ടതായ ഒരു മരമാണ് കതിര മരം എന്ന് പറയുന്നത്.
കതിരമരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സമാഗമന കൂടാരമാണ്. നമ്മളിത് കഴിഞ്ഞാൽ ഉടനെ സമാഗമന കൂടാരം പഠിക്കും. അപ്പൊ സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങൾ, തടി കൊണ്ടുള്ളതായ ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കിയത് കതിരമരം കൊണ്ടാണ്. ഈ കതിരമരം എവിടെയാണ്? അത് ശൂർ മരുഭൂമിയിലാണ്. അപ്പൊ മരുഭൂമിയിൽ നിന്ന് ആലയത്തിലേക്ക് പ്രയോജനപ്പെടുന്നതായ അനുഭവങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ആ സമാഗമന കൂടാരത്തിന്റെ ഓരോ ഉപകരണങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ ഉപകരണങ്ങൾ പലതും ഉണ്ടാക്കിയിരിക്കുന്നത് തടി കൊണ്ടാണ്. ഉദാഹരണത്തിന് സമാഗമന കൂടാരത്തിന്റെ തിരുനിവാസത്തിന്റെ ഭിത്തികൾ ഉണ്ടാക്കിയിരിക്കുന്നത് പലകകൾ കൊണ്ടാണ്. മേശ ഉണ്ടാക്കിയിരിക്കുന്നത് പലകകൾ കൊണ്ടാണ്. അതുപോലെ അങ്ങനെയുള്ള പെട്ടകം ഉണ്ടാക്കിയിരിക്കുന്നത് കതിരമരം കൊണ്ടാണ്. അപ്പോ ഇങ്ങനെ പലതും കതിരമരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കതിരമരം എന്ന് പറയുന്നത് ശൂർ മരുഭൂമിയിലെ ഒരു പ്രോഡക്റ്റാണ്. അപ്പൊ മരുഭൂമിയുടെ അവസ്ഥ എന്തിനാണ്? ആത്മീയമായി ചിന്തിക്കുമ്പോൾ ആലയത്തിലേക്ക് പ്രയോജനപ്പെടേണ്ടതായ പല അനുഭവങ്ങളും മരുഭൂമിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ടതായ ഒരു ചെടിയാണ് ചൂരച്ചെടി എന്ന് പറയുന്നത്. ചൂരച്ചെടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏലിയാവിനെ പെട്ടെന്ന് ഓർമ്മ വരും. ഏലിയാവ് ആഹാബ് രാജാവിന്റെ ഭാര്യയായ ഇസബേലിന്റെ ആ ഭീഷണി കേട്ട് ഓടിച്ചെന്ന മരുഭൂമിയിൽ വിശ്രമിച്ചത് എവിടെയാണ്? ഈ ചൂരച്ചെടിയുടെ തണലിലാണ് വിശ്രമിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ ശൂർ മരുഭൂമിയിൽ എന്തുണ്ട്? ചൂരച്ചെടി അത് തന്റെ ദാസന്മാർക്ക് തണലായി തീരുകയാണ്. പ്രയാസങ്ങളുടെ മധ്യത്തിൽ, ശോധനകളുടെ മധ്യത്തിൽ, ഭീഷണികളുടെ മധ്യത്തിൽ, ജീവാപായത്തിന്റെ മധ്യത്തിൽ ഒരഭയമായി തീർന്നത് എന്താണ്? ഈ മരുഭൂമിയിലെ ചൂരച്ചെടിയാണ്. അങ്ങനെയെങ്കിൽ ശൂർ മരുഭൂമി നമുക്ക് ആശ്വാസത്തിന്റെ ഇടവും കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. പുറമേ നിന്ന് ശൂർ മരുഭൂമി പോലെയുള്ളതായ വരണ്ട അവസ്ഥകൾ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ ഇടങ്ങൾ നമുക്ക് ഈ മരുഭൂമിയിൽ കാണുവാനായിട്ട് കഴിയും. മൂന്നാമത് കാണുന്നതായ ഒരു പ്രത്യേക തരത്തിലുള്ളതായ മരമാണ് പിജുല വൃക്ഷം എന്ന് പറയുന്നത്. ടർമറിസ്ക് ട്രീ, പിജുല വൃക്ഷം. പിജുല വൃക്ഷത്തിന്റെ പ്രത്യേകത, പ്രൈസ് ദി ലോർഡ്, അബ്രഹാമിന്റെ ജീവിതത്തോടുള്ളതായ ബന്ധത്തിൽ പിജുല വൃക്ഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന് സ്തോത്രം. അത് ഒരു ഉടമ്പടിയെ സൂചിപ്പിക്കുകയാണ്. അബീമേലക്കുമായിട്ടുള്ളതായ ഒരു ഉടമ്പടിയുടെ വിഷയത്തിൽ പിജുല വൃക്ഷത്തിന് സ്ഥാനമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഹല്ലേലൂയ, ഈ ശൂർ മരുഭൂമിയിലെ പ്രയാസമേറിയതായ അനുഭവത്തിൽ ദൈവത്താൽ കരുതപ്പെടുന്നതായ അനേക കാര്യങ്ങൾ ദൈവം നേരത്തെ തന്നെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി കരുതിയിരുന്നു. നമ്മുടെ ആത്മീക ജീവിതത്തിലും ഒരു വ്യക്തി ക്രിസ്തുവിനെ കണ്ടെത്തി ക്രിസ്തീയ ജീവിതത്തിലേക്ക് പദമൂന്നുമ്പോൾ പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, മരണകരമായ അനുഭവങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിചാരിക്കാത്തതായ പ്രയാസങ്ങൾ നേരിടും. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം നമുക്ക് വേണ്ടി പല രീതിയിലുമുള്ളതായ ആത്മീക ഭൗതിക നിറവുകൾ കരുതിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കണം. അത് ആ വിശ്വാസമാണ് നമ്മളെ മുമ്പോട്ട് നടത്തേണ്ടത്. ദൈവത്തിങ്കലുള്ളതായ ആശ്രയവും ദൈവത്തിങ്കലുള്ളതായ വിശ്വാസവും വർദ്ധിക്കുവാൻ അത് ഇടയായിട്ട് തീരുകയാണ്. ഇനി നമുക്ക് പുറപ്പാട് പുസ്തകത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ജനം പിറുപിറുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് നമുക്ക് ചിരപരിചിതമായ ഭാഗമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വെള്ളം കിട്ടാതെ അവർ വലഞ്ഞു. 3 ദിവസം വെള്ളം കിട്ടാതെ വലഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? വെള്ളമുള്ളതായ ഒരു സ്ഥലത്തെത്തി. വെള്ളമുള്ളതായ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോ അവർ വെള്ളം കുടിപ്പാൻ നോക്കിയാറെ അത് കയ്പുള്ളതായി കണ്ടു. ആ സ്ഥലത്തിന് അവർ മാറാ എന്ന് പേരിട്ടു. മാറാ എന്ന് പറഞ്ഞാൽ കയ്പ്. ആ വെള്ളം രുചിച്ചു കഴിഞ്ഞപ്പോ കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ ഒന്നാമത് വെള്ളം കിട്ടാതെ അവർ അലഞ്ഞു നടന്നതായി 3 ദിവസം. 3 ദിവസം കഴിഞ്ഞ് വെള്ളം കിട്ടിയപ്പോഴോ അത് കയ്പ് കൊണ്ട്
ഇറക്കുവാൻ കഴിയാത്ത രീതിയിൽ കയ്പിന്റെ അനുഭവം. പ്രൈസ് ദി ലോർഡ്. ജനം കഠിനമായി പിറുപിറുക്കുവാനായിട്ടിടയായി. ദൈവത്തിന്റെ കരുതലുകൾക്കിടയിലും അത് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഇസ്രായേൽ ജനം ദൈവത്തിനും മോശയ്ക്കുമെതിരായി പിറുപിറുപ്പാനിടയായിട്ട് തീർന്നു. നമ്മുടെ ജീവിതത്തിൽ പിറുപിറുപ്പിനുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നറിയിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മധുരമായിരിക്കുകയില്ല പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കയ്പിന്റെ അനുഭവങ്ങൾ വരും. പക്ഷേ കയ്പിന്റെ അനുഭവങ്ങൾ വരുമ്പോ മനസ്സിലാക്കണം, ആ കയ്പിന്റെ അനുഭവം മാറ്റുവാൻ ദൈവം നേരത്തെ തന്നെ അവിടെ ഒരു വൃക്ഷം നട്ടിരുന്നു, അല്ലെങ്കിൽ വൃക്ഷത്തെ ദൈവം സൃഷ്ടിച്ചാക്കിയിരുന്നു. ആ വെള്ളത്തിന് കയ്പാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോ യഹോവയായ ദൈവം മോശയ്ക്ക് ആ വൃക്ഷത്തെ കാണിച്ചിട്ട് പറഞ്ഞു, ആ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി അതെന്ത് ചെയ്യണം, അത് നീ വെള്ളത്തിലിടണം, അതിന്റെ കയ്പ് മാറുവാനായിട്ടിടയായിട്ട് തീരും. യോനാക്ക് ഒരു ദിവസം രാത്രിയിൽ തന്റെ ജീവിതത്തിൽ കിളിച്ചു വന്നതുപോലെ ഒറ്റ ദിവസം കൊണ്ട് കിളിച്ചു വന്ന അവണക്ക് പോലെ ഉള്ള ഒരു വൃക്ഷമായിരുന്നില്ല. അത് മരുഭൂമിയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു വൃക്ഷമാണ്. അപ്പൊ മനസ്സിലാക്കണം, ദൈവത്തിന് ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നു. ഇസ്രായേൽ ജനം വരുമെന്നും അവർ വരുമ്പോൾ ശൂർ മരുഭൂമിയിൽ എത്തുമെന്നും ശൂർ മരുഭൂമി വെള്ളം കിട്ടാതെ അലയുമെന്നും പിന്നെ വെള്ളം കിട്ടുമ്പോൾ അത് കയ്പായിരിക്കുമെന്നും ആ കയ്പ് മാറ്റണമെന്നും ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ ഇസ്രായേൽ മക്കൾ പുറപ്പെടുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ദൈവം മരുഭൂമിയിൽ കിളിപ്പിച്ചതായ വൃക്ഷമായിരിക്കാം അത്. നാം നമ്മുടെ പ്രതിസന്ധികൾ ഇന്നേ അറിയത്തുള്ളൂ. ഇന്ന് നേരിടുന്ന പ്രതിസന്ധി നമുക്ക് ഇന്നേ അറിയത്തുള്ളൂ. ഇന്നലെ നമുക്കറിയത്തില്ല. ഇന്നൊരു പ്രതിസന്ധി ഉണ്ടാകും നമുക്കറിയത്തില്ല. നാളെ അല്ലെങ്കിൽ ഇന്നൊരു അപകടം ഉണ്ടാകുമ്പോ ഈ അപകടം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇന്നലെ അറിയത്തില്ല, അല്ലെങ്കിൽ 2 ദിവസത്തിന് മുമ്പ് നമുക്ക് അറിയത്തില്ല. ആ സംഭവം നടക്കുമ്പോഴേ നമുക്കത് അറിയത്തുള്ളൂ. പക്ഷേ ആ സംഭവം നടക്കുമെന്നുള്ളത് ദൈവത്തിനറിയാം. നടന്നാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് അറിയാം. നടന്നാൽ അതിനുള്ളതായ പ്രതിവിധി എന്ത് എന്നറിയാവുന്ന ദൈവം അതിന്റെ പ്രതിവിധി നേരത്തെ തന്നെ മക്കൾക്ക് വേണ്ടി കരുതിയിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് നാം ഒരു വിഷയത്തിൽ കൂടി കടന്നു പോകുമ്പോ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു വിഷയത്തിൽ കൂടി നാം കടന്നു പോകുമെന്ന് സർവജ്ഞാനിയായ ദൈവത്തിനറിയാം. ദൈവം അത് മിണ്ടാതിരിക്കുകയില്ല. അതിനുള്ളതായ പ്രതിവിധി ദൈവം എവിടെയോ കരുതിയിട്ടുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് കണ്ടെത്തുവാൻ വൈകരുത്, അത് കണ്ടെത്തുവാൻ വഴിമാറരുത്, അത് കണ്ടെത്തുവാൻ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നാം പോകരുത്, അത് കണ്ടെത്തുവാൻ നമ്മുടെ ബുദ്ധി പ്രയോഗിക്കരുത്. നാം മാനുഷിക സിമ്പതിക്കനുസരിച്ച് മൂവ് ചെയ്യുകയുമരുത്. ദൈവം കാണിക്കുന്നതായ വഴി എന്തോ അത് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് ആ വഴി തിരഞ്ഞെടുക്കുവാൻ നാം വിമുഖത കാണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്തതായ വലിയ പ്രതിസന്ധി നേരിടുവാനിടയായി തീരുമെന്നുള്ളതായ കാര്യവും നാം മറന്നു പോകരുത്. 3 days without water and they reached at മാറായിലെ മധുരവും ദൈവം കൊടുത്തതായ ചട്ടവും നമുക്ക് 25-26 വാക്യങ്ങളിൽ വായിപ്പാനായിട്ട് കഴിയും. അവൻ യഹോവയോട് അപേക്ഷിച്ചു, യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് യഹോവ ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് യഹോവ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവിടുത്തേക്ക് പ്രസാദമുള്ളത് ചെയ്യുകയും യഹോവയുടെ കൽപ്പനകളെ അനുസരിച്ച് അവിടുത്തെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമിന് വരുത്തിയ ബാധകളൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നരുളി ചെയ്തു. ആ ചട്ടം ഞാൻ നിനക്ക് തരുന്നതായ പ്രമാണങ്ങളും ചട്ടങ്ങളും അതുപോലെ അനുസരിച്ച് അതൊന്നുപോലും വിട്ടുകളയാതെ അത് പെർഫെക്റ്റ് ആയിട്ട് നീ അനുസരിച്ചാൽ മിസ്രൈമിന്റെ മേൽ വരുത്തിയ ഒരു ബാധയും നിന്റെ മേൽ വരുത്തുകയില്ല. അഥവാ എന്തെങ്കിലും രോഗം വന്നാലോ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ.
ഇതാണ് ദൈവം കൊടുത്തതായ പ്രമാണം. അത് കഴിഞ്ഞിട്ട് 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ജനം എന്ത് ചെയ്തു? ഏലീമിലെത്തി. അവിടെ 12 നീരുറവും 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നു എന്ന് വായിക്കുകയാണ്. അപ്പൊ മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്ന് ഒരു സുഭിക്ഷതയുടെ അനുഭവത്തിലേക്ക് അവരെത്തിച്ചേരുവാനായിട്ടിടയായിട്ട് തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വെച്ചാണ് അവർക്ക് ആഹാരത്തിന് വേണ്ടി അവർ പിറുപിറുപ്പാനിടയായിട്ട് തീർന്നത്. 2 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങളിൽ വായിക്കുന്നു, അവർ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. എന്താ പിറുപിറുക്കാൻ കാരണം? കഴിക്കാൻ ആഹാരമില്ലാത്തത് കൊണ്ട് അവർ ദൈവത്തോട്, മോശയോട് പിറുപിറുത്തു. മോശ അവർ പറഞ്ഞെന്താണെന്നറിയാമോ? ഇവിടെ ഞങ്ങൾക്ക് കഴിക്കുവാൻ രുചികരമായ ഭക്ഷണമില്ല, ഞങ്ങൾ ഇസ്രായേലിലായിരുന്നപ്പോ ഇന്നത് നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവർ വിട്ട് പോന്നതിനെ ഓർക്കുവാനിടയായിട്ട് തീർന്നു. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, വിട്ടുപോന്നിരുന്നതിനെ ഓർത്തിരുന്നു എങ്കിൽ മടങ്ങിപ്പോകുവാൻ എളുപ്പമായിരുന്നു. പലപ്പോഴും പിന്മാറ്റം വരുവാൻ കാരണം ഒരിക്കൽ വിട്ടതിനെ നാം ഓർക്കുന്നത് കൊണ്ടാണ്. ആ വിട്ടുകളഞ്ഞതിനെ ഓർക്കുക എന്ന് പറയുമ്പോൾ പിന്മാറ്റത്തിലേക്കുള്ളതായ വഴിയിൽ നാം എത്തി നിൽക്കുകയാണ്. ഇവിടെ അവർ വിട്ടുകളഞ്ഞതിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൽ വെച്ച് അവർ ആയിരുന്നതായ ഇടങ്ങൾ, അത് വായിക്കുമ്പോൾ നമുക്ക് തമാശ തോന്നുമെങ്കിലും അവരുടെ ചിന്ത അവർ വിട്ടുകളഞ്ഞില്ല എന്നുള്ളത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വീഴ്ചയ്ക്ക് കാരണമായി തീർന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ പിറുപിറുപ്പ് ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ്. മനസ്സിലാക്കണം, പിറുപിറുപ്പെന്ന് പറയുന്നത് ദൈവം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്തതായ ദൈവസന്നിധിയിലെ പാപമാണ്. ദൈവത്തിന്റെ തേജസ് അവർ ദർശിക്കുന്നതായ ഭാഗം നമുക്ക് 9-10 വാക്യങ്ങൾ വായിക്കാനായിട്ട് കഴിയും. 9-10 വാക്യങ്ങൾ. അഹരോനോട് മോശ യഹോവയുടെ മുമ്പാകെ അടുത്തു വരുവീൻ, അവിടുന്ന് നിങ്ങളുടെ പിറുപിറുപ്പ് കേട്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും പറയുക എന്ന് പറഞ്ഞു. അഹരോൻ ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോട് സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് കണ്ടു. ഇസ്രായേൽ മക്കൾക്ക് കാടയും ആകാശത്തു നിന്നുള്ളതായ മന്നയും അവർക്ക് ഒഴിപ്പിച്ച് കൊടുക്കുവാനായിട്ടിടയായി. വൈകുന്നേരം കാടകൾ വന്ന് പാളയത്തെ മൂടും. പ്രഭാതകാലത്ത് പാളയത്തിന്റെ ചുറ്റും മഞ്ഞ് വീണുകിടന്ന മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടത്തും ചെതുമ്പലിന്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞുപോലെ കിടക്കുന്നത് കണ്ടു. ഇതെന്താണ് എന്നവർ പരസ്പരം ചോദിപ്പാനിടയായി. ഇതെന്താണ് എന്ന് പരസ്പരം ചോദിച്ചത് കൊണ്ട് മന്ന എന്നതിന് പേര് വീഴുകയാണ്. മന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്താണ് എന്നുള്ളതാണ് മന്ന എന്ന വാക്കിന്റെ അർത്ഥം. ഇതെന്താണ്? അപ്പോ അന്വേഷണമാണ്. മന്ന എന്ന് പറഞ്ഞാൽ അന്വേഷണം. ദൈവത്തിന്റെ വചനത്തെ മന്നയോടാണ് നാം ഉപമിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനത്തിൽ അന്വേഷിച്ച് നോക്കൂ, അതിന് ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല എന്നാണ് പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ദൈവവചനം നാം അന്വേഷിക്കുന്നവരായിരിക്കണം. അന്വേഷിക്കും തോറും അത് പുതിയത് കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അതാണ് മന്നയുടെ പ്രത്യേകത. മന്ന അന്വേഷിച്ച് ചെല്ലുമ്പോ മുകളിൽ എന്തുണ്ട്? മഞ്ഞ് വീണ് കിടക്കുകയാണ്. ഈ മഞ്ഞ് മാറ്റി കഴിയുമ്പോ അവർക്ക് കൊത്തമ്പാലരി പോലെ വെളുത്ത ഒരു സാധനം അവർക്ക് ലഭിക്കാനായിട്ടിടയായിട്ട് തീർന്നു. അത് തേൻ പോലെ തേൻ ചേർത്ത് ചുട്ടതായ ദോശ പോലെ രുചിയുള്ളതായ ആ വസ്തു തേൻകട്ടയേക്കാളും മധുരമുള്ളതാണ് ദൈവത്തിന്റെ വചനമെന്ന് 19-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ജനം പിറുപിറുത്തെങ്കിലും ദൈവം എന്ത് ചെയ്തു? അവർക്ക് സ്വർഗത്തിലെ ഭക്ഷണം അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് മന്ന അവർക്ക് കൊടുക്കുകയാണ്. പക്ഷേ സ്വർഗത്തിൽ നിന്ന് അവർക്ക് മന്ന കിട്ടിയെങ്കിലും
മന്നയോട് ചേർന്ന് പ്രമാണം ദൈവം കൊടുക്കുവാനായിട്ടിടയായി. മന്നയോട് ചേർന്ന് ഉള്ള പ്രമാണം എന്താണ്? 15-ാമത്തെ വാക്യം നോക്കി, 16-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ അത് കണ്ടാറ് എന്തെന്നറിയായികയാൽ ഇതെന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. മോശ അവരോട്, ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരമാണെന്ന് പറഞ്ഞു. ഓരോരുത്തന് ഭക്ഷിക്കാകുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവീൻ. താന്റെ കൂടാരത്തിൽ ഉള്ളവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മന്ന അളന്നു കൊടുക്കുകയാണ്. കാടായി അവർക്ക് അളവില്ലാതെ കൊടുക്കുക. ഓരോരുത്തര് എത്രത്തോളം പിടിച്ചു കൂട്ടാമോ അത്രത്തോളം കാടായി അവർ പിടിച്ചു കൂട്ടി. കാട എന്ന് പറയുന്നത് ഏറ്റവും രുചികരമായ മാംസം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ദൈവം മരുഭൂമിയിൽ വെച്ച് അവർക്ക് കൊടുത്തത് എന്തെങ്കിലും കൊടുത്തവരെ തൃപ്തിപ്പെടുത്തുകയല്ലായിരുന്നു. അവർക്ക് ലഭിക്കുവാൻ അവരുടെ വായ്ക്ക് ഏറ്റവും രുചികരമായിരിക്കുന്നതായ ആഹാരമാണ് ദൈവം അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തത്. ദൈവം കൊടുക്കുമ്പോ ശ്രേഷ്ഠമായത് മാത്രമേ കൊടുക്കുകയുള്ളൂ. ദൈവം നാം കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ നാം വിചാരിക്കുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ സൗകര്യത്തിനനുസരിച്ചല്ല. ഹാലൽ. പിന്നെയോ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് തരുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഹല്ലേലൂയ, ലോകം തരുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായിരിക്കും ദൈവത്തിങ്കിൽ നിന്ന് ലഭിക്കുന്നതായ കാര്യങ്ങൾ. പക്ഷേ മന്ന ലഭിക്കുമ്പോ മനസ്സിലാക്കണം, എന്ത്? മന്നയോടുകൂടെ ചില പ്രമാണങ്ങളും ചില ചട്ടങ്ങളും തരുന്നുണ്ട്. അത് നാം ക്ലിയർ ആയിട്ട് കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്താണ് ദൈവം പറഞ്ഞതായ കാര്യം? ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണം. അപ്പോ നമ്മൾ താഴോട്ട് വരുമ്പോ മന്നയെ കുറിച്ച് ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു. ചിലർ ഏറെയും ചിലർ കുറേയും പെറുക്കി. ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോ ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല. ഓരോരുത്തരും താന്താനെ ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിയിരുന്നു. ദൈവം കൊടുത്തത് ഇടങ്ങഴി പെറുക്കുവാനാണ്. എന്നാൽ ചില അത്യാഗ്രഹികൾ എന്ത് ചെയ്തു? കിട്ടുന്നതെല്ലാം വാരിയെടുത്തു. പക്ഷേ അവർ അളന്നു നോക്കിയപ്പോ അവർക്ക് കൂടുതലൊന്നും കണ്ടില്ല. ചിലര് മടിയന്മാരായതുകൊണ്ട് എന്ത് ചെയ്തു? അവര് എനിക്ക് ഇത്രയും മതിയെന്ന് പറഞ്ഞ് അവര് അല്പം പെറുക്കി അവർ അളന്നു നോക്കിയപ്പോഴും എന്തുണ്ടായി? അവർക്ക് ദൈവം കൊടുത്തതായ അളവ് എത്രയാണോ അത്രയും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, മനുഷ്യൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് ഒബീഡിയന്റ് ആയിരുന്നില്ല. They were not perfectly obedient to God. ഇന്നും നമ്മൾ അങ്ങനെയാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. അനുസരിക്കും എങ്കിലും പൂർണ്ണമായി നമ്മൾ അനുസരിക്കാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ ദൈവത്തിന്റെ ദയയും വിശ്വസ്തതയുമാണ് നമ്മെ നിർത്തിയിരിക്കുന്നത്. യഹോവയായ ദൈവം പറഞ്ഞു, നിങ്ങൾ പെറുക്കുന്നത് കൊള്ളാം, എന്ത് ചെയ്യരുത്? ഇന്ന് പെറുക്കുന്നത് ഇന്ന് ഉപയോഗിച്ചോ. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ പാർപ്പിടം ക്ലിയർ ചെയ്ത് വൃത്തിയാക്കിക്കണം, നാളത്തേക്ക് ശേഷിപ്പിക്കരുത്. പക്ഷേ ചിലരെന്ത് ചെയ്തു? നാളെ മഞ്ഞ് വീണില്ലെങ്കിലോ, നാളെ ഈ മന്ന കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അന്ന് പെറുക്കിയത് പിറ്റേ ദിവസത്തേക്ക് ചിലർ ശേഷിപ്പിക്കുവാനിടയായി. എന്താ സംഭവിച്ചത്? ശേഷിപ്പിച്ചത് ചീഞ്ഞ് നാറുവാനിടയായി. കൂടാരവും പാളയവും ചിലർ മുഖാന്തരം ദുർഗന്ധം വമിപ്പാനിടയായി. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ വിഷയമുണ്ട്. ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചാൽ എന്താ സംഭവിക്കുക? കൂടാരം നാറുവാനിടയാകും. അതുകൊണ്ട് നാം ദൈവത്തിന് മുമ്പാകെ പെർഫെക്റ്റ്ലി ഒബീഡിയന്റ് ആയിരിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് നാം മനസ്സിലാക്കണം.
ഇനി ഒരു കാര്യം കൂടെ, യഹോവയായ ദൈവം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യരുത്, ശബത്ത് നിങ്ങൾ ആചരിക്കണം, ശബത്തിൽ നിങ്ങൾ മന്ന പെറുക്കാൻ പോകരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ശബത്തിന്റെ തലേന്ന് നിങ്ങൾ പിറ്റേ ദിവസത്തേക്ക് കൂടെ വേണ്ടി ഇരട്ടി അങ്ങ് പെറുക്കിക്കണം. അത് ഒരു ഭാഗം പിറ്റേ നാളത്തേക്ക് സൂക്ഷിച്ചും വെക്കണം. ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഒരു ദിവസം പെറുക്കുന്നത് പിറ്റേ ദിവസത്തേക്ക് ശേഷിപ്പിച്ചാൽ അത് കൃമിക്കിരയായി അത് ദുർഗന്ധം വമിക്കും. അതാണ് കഴിഞ്ഞ 5 ദിവസവും അവർ മനസ്സിലാക്കിയത്. പക്ഷേ 6-ാം ദിവസം എന്ത് ചെയ്യണം, അവര് സാധാരണ പെറുക്കുന്നതിന്റെ ഇരട്ടി പെറുക്കുവാനുള്ളതായ പെർമിഷൻ ദൈവം കൊടുത്തു. എന്നിട്ട് അതിനോടുകൂടെ ഒരു പ്രൊവിഷനും കൊടുത്തു. എന്താണ്, ശബത്തിന്റെ തലേന്ന് പെറുക്കുന്നത് അധികം വെച്ച് കഴിഞ്ഞാൽ അത് ശബത്ത് നാളേക്ക് ഇരിക്കും, അതിന് കേടുവരികയില്ല. അപ്പോ ജനത്തിന് കുറെയൊക്കെ മനസ്സിലായി കാണുമായിരിക്കും. അവര് ഏതായാലും പിറ്റേ നാളത്തേക്ക് പെറുക്കാൻ പോകണ്ട എന്ന് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് 6-ാമത്തെ ദിവസം അവർ ഇരട്ടി പെറുക്കി. പകുതി അവർ 7-ാം ദിവസത്തേക്ക് അല്ലെങ്കിൽ ശബത്തിന്റെ ദിവസത്തേക്ക് ശേഷിപ്പിച്ചു. ശബത്തിന്റെ രാവിലെ നോക്കിയപ്പോ അത് ഫ്രഷായിട്ട് തന്നെ ഇരുന്നു. അത് കൃമിച്ചില്ല, നാറിയതുമില്ല, കേടായതുമില്ല, അവർക്ക് ഉപയോഗിപ്പാൻ കഴിഞ്ഞു. ചിലരെന്ത് ചെയ്യുന്നറിയാമോ, ചിലര് തലേ ദിവസം പെറുക്കി പിറ്റേ ദിവസം പെറുക്കിയാൽ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് വെച്ച് നാറിപ്പോകുമല്ലോ എന്ന് കരുതി ശബത്തിന്റെ അന്ന് പെറുക്കാമെന്ന് വിചാരിച്ച് അവർ പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ ശബത്തിന്റെ അന്ന് രാവിലെ ഇറങ്ങി ചെന്നു പെറുക്കുവാൻ. പക്ഷേ അത് ചെന്നെങ്കിലും അവർ മന്ന പെറുക്കുവാൻ അവർക്ക് മന്ന ലഭിച്ചില്ല. അവർ നിരാശയോടെ മടങ്ങി വരുവാനിടയായി. ഇവിടൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവം എന്ത് പറഞ്ഞാലും അതിനെതിരായിട്ട് ചെയ്യുന്നതായ ഒരു പ്രവണത ജനത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഇഷ്ടം ചെയ്യുവാൻ, നമ്മുടെ താല്പര്യപ്രകാരം ചെയ്യുവാനുള്ളതായ പ്രവണത എപ്പോഴും നമുക്കുണ്ട്. ദൈവവചനം അങ്ങനെ പറയുന്നെങ്കിലും അതിൽ നിന്ന് മാറി, അതിൽ നിന്ന് വിരുദ്ധമായി, അതിൽ നിന്ന് നമ്മുടെ ബുദ്ധിയും കൂടെ കലർത്തി, നമ്മുടെ സാഹചര്യം കൂടെ കലർത്തി എന്ത് ചെയ്യും, അതുപോലെ അനുസരിപ്പാനുള്ളതായ ഒരു വിമുഖത നമ്മൾ കാണിക്കുവാൻ മാനുഷിക സഹജമാണ്. പക്ഷേ ദൈവ മുമ്പാകെ അത് അക്ഷന്തവ്യമായ തെറ്റാണ് എന്ന് മനസ്സിലാക്കണം. ദൈവത്തിന് കോപം ജനിക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. അപ്പോ ദൈവം അനുസരണക്കേട് ജനത്തിന്റെ മധ്യത്തിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ആദാമിന്റെ സന്തതി അല്ലെങ്കിൽ ഹവ്വമാരുടെ സന്തതിയായി ജനിച്ചു പോയതുകൊണ്ട് നാമും അനുസരണക്കേടിന്റെ ആത്മാവിനാൽ ഭരിക്കപ്പെടുന്നവരാണ് അന്നും ഇന്നും. ദൈവസന്നിധാനത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, പെർഫെക്റ്റ്ലി ഒബീഡിയൻസ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് എവിടെ നമുക്ക് കാണുവാൻ കഴിയും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അത് കാണുവാൻ കഴിയും. പെർഫെക്റ്റ്ലി ഒബീഡിയൻസ്. നമ്മുടെ അനുസരണക്കേടിന് വിരുദ്ധമായി പിതാവായ ദൈവം എന്താണോ തന്നോട് കൽപ്പിച്ചത് അതുപോലെ അതുമാത്രം നിവർത്തിക്കുവാനുള്ളതായ ആ താല്പര്യത്തോടെ, ആ ഡെഡിക്കേഷനോടെ, ആ തീരുമാനത്തോടെ ഇറങ്ങി വന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് പറഞ്ഞത്, പിതാവേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്നാണ്. പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ പുത്രൻ തമ്പുരാൻ വന്നു. എന്തിനാണ് അങ്ങനെ വന്നത്? അനുസരണക്കേടിന്റെ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടിരുന്നതായ നമ്മെ ആ അനുസരണക്കേടിന്റെ ആത്മാവിൽ നിന്ന് വിടുവിച്ച്, പ്രൈസ് ദി ലോർഡ്, അനുസരണത്തിന്റെ ആത്മാവിന്റെ കീഴിൽ കൊണ്ടുവരുവാൻ, കർത്താവിന്റെ കീഴിൽ കൊണ്ടുവരുവാനാണ് കർത്താവ് ഈ ഭൂമിയിൽ പിതാവിനെ അനുസരിച്ചുകൊണ്ട് കടന്നു വരുവാൻ ഇടയായിട്ട് തീർന്നത്. അങ്ങനെയെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പുകഴുന്നതായ നമ്മിൽ പൂർണ്ണമായ അനുസരണം വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഏതായാലും അവർ ശൂർ മരുഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യുന്നറിയാമോ,
ദൈവത്തിന്റെ കൽപ്പന പ്രകാരം യാത്ര ചെയ്ത് 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവർ രഫീദീമിലെത്തി എന്ന് കാണുവാനായിട്ട് കഴിയും. രഫീദീം എന്ന് പറയുന്നത് പുഷ്ടിയുള്ളതായ ഇടമാണ്. പുഷ്ടിയുള്ളതായ ഇടം. അത് വളരെ ഞാൻ പേര് തന്നെ അങ്ങനെയാ. പക്ഷേ അവിടെ എത്തിയപ്പോ അവർക്ക് എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. രഫീദിമിന്റെ അർത്ഥം പുഷ്ടിയുള്ളത്, അല്ലെങ്കിൽ വിശ്രാമ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ദ പ്ലേസ് ഓഫ് റെസ്റ്റ്. അപ്പോ അവിടെ അവർക്ക് റെസ്റ്റ് ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ അവർ വീണ്ടും അസ്വസ്ഥരായി തീരുവാനിടയായി. എന്താണ് അസ്വസ്ഥത? പ്രൈസ് ദി ലോർഡ്. ജനത്തിന് കുടിപ്പാൻ അവിടെ വെള്ളം ലഭിക്കുവാൻ ഇടയാകാതെ വന്നു. അങ്ങനെ അവിടെ കലഹമുണ്ടായി. റെസ്റ്റ് എന്ന് പറയുമ്പോൾ സമാധാനമാണ് ഉദ്ദേശിക്കുന്നത്. സമാധാനത്തിന്റെ പ്ലേസ്, അല്ലെങ്കിൽ ഒരു വിശ്രമത്തിന്റെ പ്ലേസ് ആണ് ഏത്? രഫീദീം. പക്ഷേ ആ സ്ഥലത്തെ കുറിച്ച് എന്താണോ ദൈവം ഉദ്ദേശിച്ചത് അത് സംഭവിക്കാതിരിക്കത്തക്ക വിധത്തിൽ ജനത്തിന്റെ ഇല്ലായ്മ മൂലം അവരുടെ ജീവിതത്തിൽ കലഹം കടന്നു വരുവാനിടയായി. ഇതൊക്കെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കേട്ടത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഏതായാലും രഫീദീമിൽ ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. ദൈവം അവർക്ക് എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ മക്കളും മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിനെ എന്ന് പറഞ്ഞ് അവർ ജനത്തിന് മോശയ്ക്കെതിരെ എന്ത് ചെയ്തു? മോശയ്ക്കെതിരെ പിറുപിറുപ്പാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? ജനം എന്നെ കല്ലെറിയുവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞ് മോശ ദൈവത്തോട് നിലവിളിപ്പാനിടയായി. പ്രൈസ് ദി ലോർഡ്. മോശയുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരു ഘട്ടത്തിൽ എത്തിച്ചേരുകയാണ്. ജനം മോശയെ കല്ലെറിയുവാൻ തുടങ്ങുന്നു എന്ന് മോശ വിളിച്ചു പറയത്തക്ക, ദൈവത്തോട് പരാതി പറയത്തക്ക രീതിയിൽ മോശയ്ക്കെതിരായി ഈ ലക്ഷങ്ങൾ വരുന്നതായ ജനം ഒറ്റക്കെട്ടായി മോശയ്ക്കെതിരെ തിരിയുകയാണ്. മോശയ്ക്ക് വേറെ നിവൃത്തിയില്ല. മോശ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം മോശയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? മൂപ്പന്മാരിൽ ചിലരെ കൂട്ടി എന്ത് ചെയ്യണം? നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്തുകൊണ്ട് ജനത്തിന്റെ മുമ്പിൽ കൂടെ നീ നടന്നു പോകണം. ഞാൻ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം. ഉടനെ ജനത്തിന് കുടിപ്പാൻ അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മക്കൾ കാണുക, മോശ പാറയെ അടിക്കുവാനിടയായി. പാറ പിളർന്നു. ആ പാറയിൽ നിന്ന് വെള്ളച്ചാട്ടം പോലെ ഒഴുകി ആ മരുഭൂമിയിൽ ഓരോ കൂടാരത്തിന്റെയും മുമ്പിൽ കൂടെ അരുവികൾ ഒഴുകത്തക്ക രീതിയിൽ ആ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവാനിടയായി. ഈ പാറ എന്തിനെ കാണിക്കുകയാണ്? മരുഭൂമിയിൽ ജനത്തിന് തൃപ്തികരമായി പോഷിപ്പിക്കുന്നതായ ആ പാറ ക്രിസ്തുവല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്. ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പോ ഇസ്രായേൽ മക്കൾ എവിടെ പോയാലും അവരെ അനുഗമിക്കുന്ന പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് എന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ ആത്മാവിൽ എഴുതുവാൻ കാരണം, പൗലോസ് ഇസ്രായേൽ മക്കളുടെ മരുഭൂയാത്രയിൽ ന്യായപ്രമാണത്തിൽ അതിനെക്കുറിച്ച് പഠിച്ചപ്പോ പൗലോസിന് മനസ്സിലായത് ഇസ്രായേൽ മക്കൾക്കോ യഹൂദന്മാർക്കോ മനസ്സിലാക്കുവാൻ കഴിയാത്ത തൃത്വത്തിൽ രണ്ടാമനായ ദൈവപുത്രൻ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ അനുധാവനം ചെയ്തു, അല്ലെങ്കിൽ അവരെ അനുഗമിച്ചിരുന്നു എന്നാണ് പൗലോസിന് മനസ്സിലായത്. ഇത് പക്ഷേ ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലായില്ല. മോശയ്ക്ക് പോലും അത് മനസ്സിലായില്ല. മോശ ആ പാറയെ ഒരു പാറയായി മാത്രം കാണുവാനിടയായി. എന്നാൽ ആ പാറ പ്രൈസ് ദി ലോർഡ് ആരായിരുന്നു? അവർക്ക് വേണ്ടി തകർക്കപ്പെടുവാനിരുന്നതായ ക്രിസ്തുവാകുന്നതായ പാറയായിരുന്നു. അവർ പോകുന്നിടത്തെല്ലാം പാറ അവരെ അനുഗമിച്ചു കൊണ്ടിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പാളയം വിട്ട് പാളയത്തിൽ നിന്ന് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ ഈ പാറയും അവരെ അനുഗമിച്ചിരുന്നു. അത് നമ്മുടെ ലോജിക്കായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയിൽ അത് ഒതുങ്ങാത്ത കാര്യമാണ്.
പാറ ഒരിടത്ത് നിൽക്കേണ്ടതാണ്. പക്ഷേ അനുഗമിച്ചതായ പാറയെയാണ് പൗലോസ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ ശൂന്യതകളിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മോട് കൂടെ ചേർന്ന് വരുന്ന ഒരു കർത്തൃ സാന്നിധ്യമുണ്ട് എന്ന് ഇന്ന് രാത്രി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ജനരക്ഷയ്ക്കായി തകർക്കപ്പെടുന്നതായ പാറ, അതാണ് ആ 17-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗം. ഒരു പാറയിൽ നിന്ന് കുടിച്ചു, തൃപ്തിയായി. ഓരോരുത്തർക്കും വെള്ളം തേടി ദൂരെയെങ്ങും പോകേണ്ട കാര്യമില്ല. കൂടാരത്തിന്റെ വാതിൽ പൊക്കി അവർ വെളിയിറങ്ങുമ്പോ കൂടാരത്തിന്റെ മുമ്പിൽ കൂടെ ഒഴുകിപ്പോകുന്നതായ ഒരു ചെറിയ അരുവി അവർക്ക് കാണുവാൻ കഴിയും. ആ അരുവിയിൽ നിന്നാണ് അവർ കുടിച്ചത്. ഇതെവിടുന്ന പുറപ്പെടുന്നത്? അത് ഹോരേബിൽ തകർക്കപ്പെട്ടതായ പാറയിൽ നിന്ന് പുറപ്പെടുകയാണ്. നമ്മുടെ ആയിരിക്കുന്നതായ ഇടത്ത് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കൃപയും അനുഭവിക്കത്തക്ക രീതിയിൽ ഒരിക്കലായി നമ്മുടെ പാറയാകുന്ന ക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെട്ടു. ആ തകർക്കപ്പെട്ടതായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ ദൈവജനത്തിന് അവൻ എവിടെയായിരുന്നാലും അവന്റെ ജീവിതത്തിന്റെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവനെ ആശ്വസിപ്പിക്കുന്നതായ പാറയിൽ നിന്ന് കടന്നു വരുന്നതായ ജലം, അത് ദൈവവചനത്തെയാണ് കാണിക്കുന്നത്. ആ വചനത്തിൻ്റെതായ പോഷണം നമുക്ക് തന്ന് നമ്മെ പോഷിപ്പിക്കുന്ന ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതിയാകുകയില്ല. പക്ഷേ അവർ അടുത്തനുഭവിക്കുന്നത് അമാലേക്കുമായിട്ടുള്ളതായ യുദ്ധമാണ്. ആ അമാലേക്കുമായിട്ടുള്ളതായ യുദ്ധത്തിൽ പ്രൈസ് ദി ലോർഡ് ഒരു വലിയ കൂട്ടായ്മ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 17-ാം അധ്യായത്തിൽ മരുഭൂമിയിലെ ആദ്യത്തെ യുദ്ധമാണ്. വേദപുസ്തകത്തിലെ 2ാമത്തെ യുദ്ധം മരുഭൂമിയിലെ ആദ്യത്തെ യുദ്ധം. ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ നേരിടേണ്ടിയിരുന്നത് 5 യുദ്ധങ്ങളാണ്. ആ 5 യുദ്ധത്തിൽ ആദ്യത്തെ യുദ്ധമാണ് അമാലേക്കുമായിട്ടുള്ളതായ യുദ്ധം. അവരെന്ത് ചെയ്തു? അമാലേക്ക് വന്ന് അവരെ ആക്രമിക്കുവാനിടയായി. അവർ യുദ്ധത്തിന് പോയതല്ല, അവർ വന്ന് ആക്രമിക്കുകയായി. ആ അമാലേക്കിന് തന്ത്രം എന്താ? ഇസ്രായേൽ വഴി നടന്ന് ക്ഷീണിച്ചു വരികയാണ്. മരുഭൂമിയിൽ കൂടെ അവർ നടന്ന് ക്ഷീണിച്ചു വരുമ്പോ കുറെ പേരെങ്കിലും ക്ഷീണമുണ്ടാവും. എല്ലാവരും ആരോഗ്യമുള്ളവരാണെങ്കിലും എല്ലാവരും ഒരുപോലെ ആരോഗ്യമുള്ളവരായിരിക്കത്തില്ലല്ലോ. ശാരീരികമായ ക്ലേശങ്ങളുണ്ട്. അവർ കാണും, ബലഹീനതയുള്ളവർ കാണും. കുറെ പേര് ക്ഷീണിച്ചവരെന്ത് ചെയ്തു? പുറകോട്ട് നിന്നു. ആ പുറകിൽ ക്ഷീണിച്ചു നിന്നവരെ പിടിച്ചുകൊണ്ട് അമാലേക്ക് പോകുവാനായിട്ടിടയായി. പുറകിൽ നിന്ന് കുറച്ചു പേര് പോയി കഴിയുമ്പോ നിശ്ചയമായും മുമ്പിൽ നിൽക്കുന്നവർക്ക് അത് ക്ഷീണം വരുവാനായിട്ടിടയാകും. അങ്ങനെ പുറകിലുള്ളതായ ക്ഷീണിച്ചവരെ പിടിച്ചുകൊണ്ട് മുമ്പിലുള്ളവരെ ക്ഷീണിപ്പിച്ച് ഒതുക്കുവാൻ നോക്കിയതായ അമാലേക്കിനെതിരെ ദൈവം ഒരു വാർ സ്ട്രാറ്റജി ഉണ്ടാക്കുകയാണ്. ആ വാർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മോശയോട് പറഞ്ഞു, മോശയെ നീ യോശുവയോട് പറയണം, ആൾക്കാരെ തിരഞ്ഞെടുത്ത് യുദ്ധത്തിനായിട്ട് പോകണം, അമാലേക്കുമായിട്ടുള്ള യുദ്ധത്തിന് പോകണം. അമാലേക്കിനോട് യോശുവ യുദ്ധം ചെയ്യുമ്പോ മോശ യുദ്ധം നോക്കിക്കൊണ്ടിരിക്കാനല്ല, നീ എന്ത് ചെയ്യണം? മിസ്രൈമിൽ അത്ഭുതങ്ങൾ കാണിച്ചതായ വടിയുമെടുത്ത് നീ കുന്നിന് മുകളിൽ കയറണം. കുന്നിന് മുകളിൽ കയറുക മാത്രമല്ല, ഈ വടി കയ്യിൽ ഉയർത്തിപ്പിടിക്കണം. മോശയോട് പറഞ്ഞു, നിന്റെ കൈ ഉയർന്നിരിക്കുന്നിടത്തോളം യോശുവ ജയിക്കും. എന്നാൽ നിന്റെ കൈ എപ്പോഴാണോ താഴുന്നത് ആ സമയത്ത് അമാലേക്ക് ജയിക്കും. അപ്പോ യുദ്ധം ചെയ്യുന്നത് യോശുവയാണ്. പക്ഷെ യുദ്ധം ജയിക്കണമെങ്കിൽ മോശയുടെ കൈ ഉയർന്നിരിക്കണം. മോശ ഭാരമില്ലാത്ത വടിയായിരിക്കാം, ഉണക്ക വടിയായിരിക്കാം. പക്ഷെ എത്രയെന്നും പറഞ്ഞാ പൊക്കിപ്പിടിക്കുന്നത്? 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ് പോരാ. യോശുവ അമാലേക്കിനെ നിശേഷം തോൽപ്പിക്കുന്നത് വരെ ഈ കൈ ഉയർന്നിരിക്കണം. എപ്പോഴെങ്കിലും ഈ കൈ താണാൽ എന്താ സംഭവിക്കുക? അമാലേക്ക് ജയിപ്പാനിടയാകും. അതുകൊണ്ട് മോശയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ കൈ ഉയർത്തിപ്പിടിക്കുക എന്നാണ്. പക്ഷെ മാനുഷികമായ ബലഹീനത മോശയ്ക്കുണ്ട്. ഈ കൈ എപ്പോഴും ഉയർന്നിരിക്കുവാൻ കഴിയത്തില്ല. കുറച്ചു കഴിഞ്ഞപ്പോ മോശയുടെ കൈ താഴുവാൻ തുടങ്ങി. മോശയ്ക്ക് ഉയർത്തുവാൻ കഴിയാത്ത വിധത്തിൽ താഴുവാൻ തുടങ്ങി. ഇത് കണ്ടതായ
അഹരോനും ഹൂരും. അഹരോൻ എന്ന് പറയുന്നത് മോശയുടെ സഹോദരനാണ്. ഹൂരെന്ന് പറയുന്നത് മിരിയാമിന്റെ ഭർത്താവാണെന്നാണ് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഹൂരെന്ന് പറയുന്നത് മിരിയാമിന്റെ ഭർത്താവ് അല്ലെങ്കിൽ മോശയുടെ അളിയനാണ്. ആര്? സഹോദരി ഭർത്താവാണ് ഹൂര്. ഹൂരും അഹരോനും കൂടെ ഇടത്തും വലത്തും ഇരുന്നുകൊണ്ട് മോശയുടെ കൈ ഉയർത്തിപ്പിടിക്കുവാനിടയായി. അങ്ങനെ അമാലേക്ക് നിശേഷം തോൽക്കുന്നത് വരെ അഹരോനും ഹൂരും കൂടെ ചേർന്ന് ഈ കൈ ഉയർത്തിപ്പിടിച്ചു. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അമാലേക്കിനോടുള്ളതായ യുദ്ധത്തിൽ ജയിപ്പാൻ ഇടയായിട്ട് തീർന്നതിന് ആർക്കും മിടുക്ക് പറയുവാൻ കഴിയത്തില്ല. യോശുവയ്ക്ക് പറയാൻ കഴിയൂ, ഞാൻ യുദ്ധം ചെയ്തത് കൊണ്ടാണ് അമാലേക്കിനെ ജയിച്ചത് എന്ന് യോശുവയ്ക്ക് പറയാൻ കഴിയില്ല. കാരണം മോശയുടെ കൈ താണിരുന്നു എങ്കിൽ, മോശ കൈ ഉയർത്തില്ലായിരുന്നു എങ്കിൽ യോശുവെ നിനക്ക് എങ്ങനെ ജയിക്കാൻ പറ്റും? ഇപ്പൊ യോശുവ നിസ്സഹായന. മോശ പറയുകയാണ്, ഞാൻ എൻ്റെ കൈ ഉയർത്തിയിരുന്നത് കൊണ്ടാണ് യോശുവ അല്ലെങ്കിൽ യോശുവ ജയിച്ചെന്ന് പറയാൻ പറ്റുമോ? മോശയ്ക്ക് അത് പറയാൻ പറ്റില്ല. കാരണം മോശയ്ക്ക് സ്വന്തമായി ഉയർത്തുവാൻ കഴിയത്തില്ല. അഹരോനും ഹൂരും ഉയർത്തിയില്ലായിരുന്നു, സഹായിച്ചില്ലെങ്കിൽ മോശയുടെ കൈ താണു പോകുമായിരുന്നു. അഹരോനും ഹൂരിനും എന്ത് പറയാൻ പറ്റും? ഞങ്ങൾ മോശയുടെ കൈ താങ്ങിയത് കൊണ്ടാണ് ജയിച്ചെന്ന് പറയാൻ പറ്റുമോ? കൈ താങ്ങി എന്നുള്ളത് ശരിയാണ്. പക്ഷെ യുദ്ധകളത്തിൽ ജീവൻ പണയം വെച്ച് അമലേക്കുമായി യുദ്ധം ചെയ്യുവാൻ ഒരു യോശുവ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഹൂരിന്റെയും അഹരോന്റെയും പ്രയത്നത്തിന് ഫലമുണ്ടായത്. അങ്ങനെയെങ്കിൽ ശത്രുവിന്റെ മേലുള്ളതായ ജയം എന്ന് പറയുന്നത് കൂട്ടായ്മാ ബലമാണ്. ആരും ആരെക്കാളും വലിയവരല്ല, ആരും ആരെക്കാളും ചെറിയവരുമല്ല. എല്ലാവരും ഒരുപോലെ കൈകൊടുത്ത് ഒരുപോലെ കൂട്ടായ്മ ബലത്തോടെ ഒരുപോലെ ഐക്യതയോടെ നിന്നെങ്കിൽ മാത്രമേ ശത്രുവിന്റെ മേൽ ജയം കേട്ടുകൊള്ളുവാൻ കഴിയത്തുള്ളൂ. അത് നമുക്കൊരു ആത്മീക പാഠമാണ്. എവിടെയാണോ ഐക്യതയ്ക്ക് ഭംഗമുണ്ടാകുന്നത് അവിടെ ശത്രു ജയിക്കുവാനിടയാകും. അതുകൊണ്ട് ശത്രുവിന്റെ മേലുള്ളതായ ജയത്തിന് ആർക്കും ഹുങ്ക് പറയുവാൻ, അഹങ്കാരം പറയുവാൻ കഴിയില്ലാത്ത വിധത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.